ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെക്കുറിച്ചുള്ള ഒരു പ്രവചന ഭാഗവുമായി നിങ്ങളെ സമീപിക്കുവാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ സന്ദേശത്തിൽ നമ്മുടെ കർത്താവ് അവിടുത്തെ ചോദ്യം ചെയ്യുന്നവരുടെ മുൻപാകെ എന്തുകൊണ്ട് മിണ്ടാതിരുന്നു എന്നുള്ള പ്രവചനവും അതിൻ്റെ നിവൃത്തിയുമാണ് നാം ചിന്തിച്ചത്. ഇന്ന് നമുക്ക് നമ്മുടെ കർത്താവിനെക്കുറിച്ചുള്ള പുതിയ ഒരു പ്രവചന ഭാഗവും അതിൻ്റെ നിവൃത്തിയുമാണ് ചിന്തിക്കുവാൻ കർത്താവിൽ ആശ്രയിക്കുന്നത്. ആധാരമായി സങ്കീർത്തനം 22:16 വേദഭാഗം നമുക്ക് വായിക്കാം. അതിങ്ങനെയാണ് കാണുന്നത്: അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. ദാവീദ് ഈ വാക്കുകൾ പറയുന്നത് നമ്മുടെ കർത്താവ് ജനിക്കുന്നതിന് ഏകദേശം 1000 വർഷങ്ങൾക്ക് മുൻപാണ്. അവിടുത്തെ മരണം ഇന്ന വിധമായിരിക്കുമെന്ന് ദാവീദ് പ്രവചന ദൃഷ്ടിയിൽ കൂടി കാണുകയാണ്. ആ സങ്കീർത്തനത്തിൻ്റെ തുടക്കത്തിൽ ദാവീദ് പറയുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവം കൈവിട്ട ഒരനുഭവം ഉണ്ടായിട്ടുള്ളതായി നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നില്ല. ഇത് മശിയയെക്കുറിച്ചുള്ള ഒരു പ്രവചന സങ്കീർത്തനമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ചരിത്രം നാം പരിശോധിച്ചാൽ വിവിധ രീതിയിലുള്ള ശിക്ഷാ നടപടികളെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അതിൽ മരത്തിൽ ആണിത്തറച്ച് കൊല്ലുന്ന രീതി നടപ്പാക്കിയത് BC 600 ഫൊയ്നീക്യക്കാരായിരുന്നു. അതിനു മുമ്പ് എവിടെയും ഈ രീതി നടപ്പിൽ ഉള്ളതായി നമുക്കറിയുവാൻ കഴിയുകയില്ല. നമ്മുടെ ചോദ്യം, എന്തുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ മരണം ഈ വിധം മരത്തിൽ ആണിയടിച്ച് തൂക്കിക്കൊല്ലണം എന്നുള്ളത്, അങ്ങനെ ഉണ്ടായത് എന്താണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. വാളുകൊണ്ട് വെട്ടിക്കൊല്ലുകയോ കല്ലെറിഞ്ഞ് കൊല്ലുകയോ ഒക്കെ ചെയ്യാമായിരുന്നു. ആ നിലയിലുള്ള ശിക്ഷാ രീതികളായിരുന്നു ആ കാലഘട്ടത്തിൽ നടന്നിരുന്നത്. എന്നാൽ ഇങ്ങനെ കൊല്ലേണ്ടുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ മരിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത എന്താണ്? നമുക്ക് അതിൻ്റെ ഉത്തരമെന്നുള്ള നിലയിൽ ഇങ്ങനെ ചിന്തിക്കാം. പാപികൾക്ക് വേണ്ടിയുള്ള പ്രായശ്ചിത്ത മരണം ഒരു പാപി മരിക്കുന്നത് പോലെ ആയിരിക്കണം എന്നുള്ളത് ദൈവിക നീതിയായിരുന്നു. ആത്മീയമായും ശാരീരികമായും മാനസികമായും ഏറ്റവും വേദന അനുഭവിച്ചുള്ള ഒരു മരണമായിരുന്നു ക്രൂശ് മരണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ലോകത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വേദനാജനകമായ മരണമാണ് ക്രൂശ് മരണം എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഒന്നാമതായി ശാരീരികമായി ഏറ്റവും വേദനാജനകമായ മരണം. ക്രൂശിൽ തൂങ്ങുന്നവർ ഒരു ആഴ്ച വരെ മരിക്കാതെ ഇഞ്ചിഞ്ചായി വേദന അനുഭവിച്ച് അവിടെ കിടക്കാറുണ്ടായിരുന്നു. അവസാനം അവർ മരണത്തിന് കീഴ്പ്പെടുകയാണ് ചെയ്യാറുള്ളത് എന്നാണ് ചരിത്രം പറയുന്നത്. രണ്ടാമതായി മാനസികമായി ഏറ്റവും മാനസിക വേദന അനുഭവിച്ച് മരിക്കുന്ന മരണമാണ് ക്രൂശ് മരണം എന്നുള്ളതും മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യമാണ്. 69 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു. 22 സങ്കീർത്തനത്തിലും അതേ ആശയം നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. വല്ലവനും സഹതാപം തോന്നുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ലതാനും എന്നും നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ മാനസികമായി ഏറ്റവും വേദന അനുഭവിച്ച് ഏറ്റവും മാനസിക പ്രതിസന്ധി അനുഭവിച്ച് മരിക്കുന്ന ഒരു മരണമാണ് ക്രൂശ് മരണം എന്നുള്ളതും ആ നിലയിൽ നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. മൂന്നാമതായി ആത്മീയമായി ഏറ്റവും നിന്ന നിറഞ്ഞ ഒരു മരണം, നിന്ന അനുഭവിക്കുന്ന ഒരു മരണമാണ് ക്രൂശ് മരണം എന്നുള്ളതും നമുക്ക് അതിൽ നിന്ന് ചിന്തിക്കുവാൻ കഴിയുന്നതാണ്. ഗലാത്യർ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്കെല്ലാവർക്കും വേണ്ടി ശാപമായി തീർന്നു. അപ്പോൾ ആത്മീയമായും ഏറ്റവും ശാപഗ്രസ്തമായിട്ടുള്ളൊരു മരണമാണ് ക്രൂശ് മരണം എന്നുള്ളതും നമുക്ക് ഈ ഭാഗത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുവാൻ കഴിയുന്ന വസ്തുതയാണ്. മറ്റെല്ലാ ശിഷ്യന്മാരും രക്തസാക്ഷികളായി മരിച്ചപ്പോൾ നമ്മുടെ കർത്താവ് ഒരു പാപിയെപ്പോലെ ഒരു നീച മരണം അനുഭവിച്ച് മരണപ്പെട്ടതായിട്ടാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നാം മനസ്സിലാക്കുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 50-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവിടുത്തെ മുഖം തുപ്പലിനും അടിക്കും മറച്ചില്ല എന്നുള്ളത് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാപി, ഒരു കൊടും പാപി എങ്ങനെ മരിക്കുന്നോ അങ്ങനെയുള്ളൊരു മരണമായിരുന്നു കർത്താവിൻ്റെ മരണം. അത് ആവശ്യമായിരുന്നു. ആ മരണം, അങ്ങനെയുള്ളൊരു മരണം ആവശ്യമായിരുന്നു എന്നുള്ളതും നമുക്ക് ആ ഭാഗത്തിൽ ചിന്തിക്കുവാൻ കഴിയുന്നതാണ്. എന്തിനു വേണ്ടി അങ്ങനെയൊരു മരണം കർത്താവ് വരിച്ചു?
പ്രിയമുള്ളവരെ, അതിൻ്റെ മറുപടി എന്ന് പറയുന്നത് നമ്മെ ഓരോരുത്തരെയും ദൈവ മക്കളാക്കേണ്ടതിനു വേണ്ടിയാണ് അവിടുന്ന് ശാപമരണം ഏറ്റെടുത്തത്. നാം മരിക്കേണ്ടുന്ന സ്ഥാനത്ത് നമുക്ക് പകരക്കാരനായി അവിടുന്ന് മരണം ഏറ്റെടുത്തു. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ എന്നുള്ളത് റോമാലേഖനത്തിൽ നാം വായിക്കുന്നു. നമുക്ക് ന്യായമായി ലഭിക്കേണ്ടിയിരുന്ന മരണശിക്ഷ മാറ്റി നമ്മെ നിത്യജീവന് അവകാശികളാക്കി മാറ്റിയത് അവിടുത്തെ ക്രൂശിലെ മരണം മൂലമാണ്. പ്രിയ സ്നേഹിത, അത് വിശ്വസിക്കുവാനും ഏറ്റെടുക്കുവാനും നിനക്ക് കഴിയുന്നുണ്ടോ? ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം എന്നുള്ളതും നാം ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. ഈ നിലയിൽ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവൻ ബലിയായി നൽകിയ കർത്താവിനെ അംഗീകരിക്കുവാനും വിശ്വസിക്കുവാനും നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഈ സന്ദേശം അതിന് നിങ്ങൾക്ക് ദൈവം അവസരത്തെ തരട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു പ്രവചന ഭാഗവുമായി വരുന്നതുവരെ ഗോഡ് ബി വിത്ത് യു. ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ.